ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഖത്തർ മീഡിയയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ ആയത് കാരണം കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളില്ല, അപ്പോൾ അവരൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കപ്പ് കേക്കാണ് ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ഞാനിന്ന് മൈദാമാവിന് പകരം ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ ചായക്കപ്പിന് ഒരു ഗ്ലാസ് ഉണ്ടാവും ഇത് ഗോതമ്പ് മാവ്, പഞ്ചസാര, ഒരു മുട്ട, ഓയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും. ഇതിപ്പോൾ ഞാനിവിടെ ഗോൾഡ് വിന്നറാണ് എടുത്തേക്കുന്നത്. കാഡ്ബറീസിൻ്റെ ഏതിൻ്റെ ആയാലും ഒരു ചോക്ലേറ്റ്. കളറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എസൻസ് പൈനാപ്പിളിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് യെല്ലോ കളറ് യൂസ് ചെയ്യുന്നത്. ഫുഡ് കളറാണ്, ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് നെയ്യാണ്. കുറച്ച് നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന പാത്രത്തിൽ തടവാൻ വേണ്ടി മാത്രം. ഇത് സോഡാപ്പൊടി. നമുക്കിതിൻ്റെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മുട്ട നമ്മൾ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതിയാവും. വാനില എസൻസ് അല്ല, സോറി, പൈനാപ്പിളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇടാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനെന്ന് ഞാൻ പറഞ്ഞ കാരണം നമ്മളിത് ഓവനൊന്നും യൂസ് ചെയ്യേണ്ട. ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ എസൻസും മുട്ടയായിട്ട് നല്ലോണം, ഓയിലും ഒക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിൽ പഞ്ചസാരയും കൂടി ചേർത്ത് അടിക്കാം. പഞ്ചസാര നല്ല അലിഞ്ഞിട്ട് ഒരു നല്ല സ്മൂത്തായിട്ടൊരു ഫോമാവും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫുഡ് കളർ ഞാൻ പറഞ്ഞു, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യമില്ല. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ യെല്ലോ കളർ എടുത്തേക്കുന്നത്. കുറച്ച് കളർഫുള്ളാകുമ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് മാവും ഞാൻ പറഞ്ഞു സോഡാപ്പൊടി വേണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് സോഡാപ്പൊടി മതി. അത് നമുക്ക് ഈ മാവിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ഒരു അളവ് മതിയാവും. കുറച്ചേ ഉള്ളൂ ഇത്. ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്യില്ലെങ്കിൽ ചിലപ്പോൾ കട്ട കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കിത് കുറച്ചായിട്ട് നമ്മുടെ ഈ മുട്ടയും ഓയിലും ഒക്കെ ഉള്ള മിക്സിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കാം. ഒരുമിച്ച് തട്ടരുത്, കാരണം ചിലപ്പോൾ അളവ് വ്യത്യാസം വരും. ഇത് നമുക്കൊരു അളവുണ്ട്, ഇത് ഏത് കട്ടിക്ക് വേണമെന്നുള്ളത്. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. മാവ് നമ്മുടെ മിക്സ് ഈ ഒരു ലെവലിൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. മടക്കായിട്ട് വീഴുന്നുണ്ട്. ഇത് ഒഴിക്കാനുള്ള പാത്രം എടുക്കാം.
ഇപ്പോൾ ഇവിടെ ഞാൻ ഈ കിണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ മൂന്ന് കിണ്ണത്തിൽ ഒഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അടിയിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. ഇതിപ്പം നെയ്യ് തന്നെ വേണമെന്നില്ല, എണ്ണയായാലും മതി. നമുക്ക് നോക്കാം. നമുക്ക് ഈ കാഡ്ബറീസും കൂടി കട്ട് ചെയ്യാം. ഇതിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ടാണ് കേട്ടോ. അവർക്ക് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് മുറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോക്ലേറ്റ് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കഴിക്കാനായിട്ട്. ചോക്ലേറ്റ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്, ഇത് ഉരുകുമ്പോൾ ചിലപ്പോൾ പൊട്ടി വെളിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു ലെയർ മാവ് ഒഴിച്ചിട്ട് നടുക്ക് നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് മാവ് ഒഴിക്കാം. നമുക്ക് ആദ്യം 3 കിണ്ണത്തിൽ ഒഴിക്കാം. ഇനി ഇതൊന്ന് തട്ടി കൊടുക്കുക, ബബിൾസൊക്കെ പോകാനായിട്ട്, എല്ലായിടത്തും ഒന്ന് ശരിക്കും ഫില്ലാകാനായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. കറക്റ്റ് നടുക്ക് തന്നെ വെക്കണം കേട്ടോ. നമുക്ക് ഒരു ലെയറും കൂടി ഒഴിക്കാം. പാത്രത്തിൻ്റെ മേള് അറ്റം വരെ എത്തുന്ന വിധത്തിൽ ഒഴിക്കരുത്. കാരണം ഇത് നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തേക്കുന്നുണ്ട്, കേക്കല്ലേ, പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മുകളിൽ നിറയണ വിധത്തിൽ ഒഴിക്കാം. നമ്മുടെ മേളത്തെ ലെയറും ഒഴിച്ചു. ഒന്നുകൂടി തട്ടി കൊടുക്കുക, ഒന്ന് ലെവലാക്കി എടുത്തിട്ട് നമുക്കിത് ആവിയിൽ വയ്ക്കാം. ഇതൊരു 20 മിനിറ്റ് മതിയാവും. ഇല്ലേ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പപ്പടം കുത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളു വെന്തോ എന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ നല്ല തണുത്തതിന് ശേഷം ഈ കപ്പിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ചൂട് നല്ലപോലെ ആറിയ ശേഷം ഞാൻ അതിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട് ഈ ഒരു നമ്മുടെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പ് കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.